ഹായ് ഗൈസ്. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫോർ ഈച്ച് എന്നുള്ള മെത്തേഡിനെ പറ്റിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാനിതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈൻ കമ്പ്യൂട്ടറിന് എടുക്കുന്നത് നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഞാനൊരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ക്രിയേറ്റ് പ്രൈസസ് എന്നും പറഞ്ഞിട്ട് അതിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്. ലൈക്ക് 10.99 5. ഞാൻ ഡെസിമൽ വാല്യൂസ് ഒക്കെ കൊടുക്കുകയാണ് തൽക്കാലത്തേക്ക്. 3.99 8.67 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് വാല്യൂസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ബേസിക്കലി ടാക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. സിമ്പിൾ മെത്തേഡാണ് ഈ യൂസ് ചെയ്യുന്നത്. അതെല്ലാം നമ്മുടെ ഒബ്ജക്റ്റ് ഫോർ ഈച്ച് യൂസ് ചെയ്യലാണ്. പക്ഷേ ഒരു ടാസ്ക് എടുത്തിട്ട് വേണമല്ലോ നമ്മൾ വർക്ക് ചെയ്യിക്കാനായിട്ട്. സോ തൽക്കാലം ഞാൻ എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത് ഒരു ടാക്സ് കാൽക്കുലേഷനാണ്. അപ്പോൾ ഞാൻ കോൺസ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തിട്ട് അതിൽ 0.19 ഒരു ടാക്സിൻ്റെ പെർസെൻറ്റേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി പെർസെൻറ്റേജ് അല്ല, ടാക്സിൻ്റെ വാല്യൂ കൊടുക്കുന്നത്. സോ 19% ആണ് പ്ലാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് 0.19 ആണ് ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ അതിൻ്റെ ഈ പ്രൈസസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൈസസ് ആണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. സോ ഞാൻ പറയുന്നത് അഡ്ജസ്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുത്തു, ഒരു വേരിയബിൾ കൊടുത്തു. അത് MTR ഞാനവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇനി എന്താ ഗോൾ എന്ന് വെച്ചാൽ ഓരോ പ്രൈസിലും നമ്മൾ ടാക്സ് ആഡ് ചെയ്തിട്ട് ന്യൂ വാല്യൂസ് എടുത്തിട്ട് അത് അഡ്ജസ്റ്റഡ് പ്രൈസിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം. സോ ഇതാണ് നമുക്ക് വേണ്ടത്. സോ ഇതിന് വേണ്ടി സിമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് വർക്കൗട്ട് ചെയ്ത മെത്തേഡാണ്, അതെന്നെ വെച്ച് ട്രൈ ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ ഫോർ ഓഫ് മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കോൺസ്റ്റ് പ്രൈസ് എടുത്ത് ഓഫ് പ്രൈസസ് അറേയുടെ പേര്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് ടാക്സ് അഡ്ജസ്റ്റഡ് പ്രൈസ് എടുത്തിട്ട് ഡോട്ട് പുഷ് ചെയ്തു. കിട്ടുന്ന വാല്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രൈസ് നമ്മൾ എടുക്കുന്ന വാല്യൂ എടുത്തിട്ട് മൾട്ടിപ്ലൈ ബൈ 1 പ്ലസ് ടാക്സ്. ഓക്കെ, എന്നിട്ട് നമ്മളിത് വാല്യൂ എടുത്തിട്ട് അഡ്ജസ്റ്റ് പ്രൈസിലിട്ടു. ലാസ്റ്റ് നമുക്ക് നോക്കണം എന്താണ് console.log ആ വാല്യൂയിൽ വരണമെന്നുള്ളത്. അഡ്ജസ്റ്റഡ് പ്രൈസ് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആ എന്താ വെച്ചാൽ ടാക്സസ് ഒക്കെ കറസ്പോണ്ടിങ്ങിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ പ്രൈസസിലേക്ക്. സോ ബേസിക്കലി അതുകൊണ്ടാണ് നമുക്ക് ഈ വാല്യൂസ് കിട്ടുന്നത്. ചില ഫ്ലോട്ടിംഗ് നമ്പേഴ്സിലേക്ക് 4 അക്കൊക്കെ ഉണ്ട്, അങ്ങനെ കയറി കിട്ടുന്നുണ്ട്. സോ അത് കുറച്ച് ബഗ്ഗൊന്നുമല്ല, ബേസിക്കലി ഫ്ലോട്ടിംഗ് പോയിൻ്റ് പ്രിസിഷൻ വാല്യൂസിൻ്റെ ഒരു പ്രശ്നമാണ്. ലേറ്റർ നമ്മൾ നമ്പേഴ്സിലൊക്കെ കുറച്ചും കൂടിയും ഗോത്ര ചെയ്യുമ്പോൾ അത് നമുക്ക് എങ്ങനെ ട്രിം ചെയ്തെടുക്കാം എന്നൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ നോക്കുന്നതാണ്. ഇപ്പോൾ അത് വിടുക. സോ ബേസിക്കലി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഈ അഡ്ജസ്റ്റഡ് ടാക്സ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്, അഡ്ജസ്റ്റഡ് പ്രൈസിലേക്ക് എങ്ങനെ നമുക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫോർ ഓഫ് മെത്തേഡാണ് ഇവിടെ കറൻ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത്. സോ ബേസിക്കലി ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റഡ് പ്രൈസിൽ കോൺസ്റ്റൻ്റ് ആണെങ്കിലും നമ്മൾ ഇവിടെ പുഷ് ചെയ്യുന്നുണ്ടല്ലേ. ഇതാറ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും നമ്മളിവിടെ ഡാറ്റ പുഷ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് കവർ ചെയ്ത ടോപ്പിക്കാണ്. അറേ റെഫറൻസ് സെയിം ആണ് ഇവിടെ. ഓക്കെ, നമ്മൾ റീഅസൈൻ ചെയ്യുന്നില്ല വേരിയബിളിൽ, വി ആർ ജസ്റ്റ് മോഡിഫൈ ദി കണ്ടന്റ്. നമ്മൾ കണ്ടൻറ്റാണ് മോഡിഫൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. സംശയമല്ല, ലൈക്ക് എനിക്ക് റിക്വയർമെൻറ്റും കൂടി വരും. ലൈക്ക് ഫോർ ഓഫ് ലൂപ്പിൽ പ്രൈസ് കിട്ടും അല്ലേ, പക്ഷേ നമുക്ക് കറസ്പോണ്ടിങ് ഇൻഡെക്സ് അറിയില്ല. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് അടുത്ത ചോദ്യം വരുന്നത്. സോ റെഗുലർ ഇൻഡെക്സ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ന് വെച്ചാൽ റെഗുലർ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി ക്ലീനർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഫോർ ഈച്ച് മെത്തേഡാണ്. സോ ഇവിടെയാണ് ഫോർ ഈച്ച് മെത്തേഡിൻ്റെ യൂസ് വരുന്നത് നമുക്ക്. സോ ഫോർ ഈച്ച് ബേസിക്കലി റൺസ് എ ഫംഗ്ഷൻ ഫോർ എവറി എലമെൻറ്റ് നമുക്ക് പറയാൻ പറ്റും. ഫോർ ഈച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എടുക്കും. നമ്മുടെ ഫൈൻഡ് ഇൻഡെക്സ് മെത്തേഡൊക്കെ നമ്മൾ ചെയ്തില്ല, അതേപോലെ തന്നെയാണ് ഫോർ ഈച്ചും വർക്ക് ചെയ്യുക. സോ ബേസിക്കലി ഞാൻ അത് കമൻറ്റ് ഔട്ട് ചെയ്യാൻ തൽക്കാലം. എന്നിട്ട് ഞാനിവിടെ ഫോർ ഈച്ച് ചെയ്താം പ്രൈസസ് ഡോട്ട് അറേ ഫോർ ഈച്ച്. ഓക്കെ, ഫോർ ഈച്ച് എടുത്തു. എന്നിട്ട് ഇതിൽ 3 ആർഗ്യുമെൻറ്റ്സ് വരെ എടുക്കാൻ പറ്റും. സോ ഫസ്റ്റ് എലമെൻറ്റ്, ആദ്യത്തെ എലമെൻറ്റ് എടുക്കാൻ പറ്റും, പിന്നെ ഇൻഡെക്സ് എടുക്കാൻ പറ്റും, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അറേ പ്രൈസ് അറേ ഈ വരുന്ന നമ്മൾ കൊടുക്കുന്ന അറേ എന്ന് വെച്ചാൽ അത് വരും. എന്നിട്ട് ഞാൻ ആരോ ഫംഗ്ഷൻ ഇടണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യേണ്ടത് ഇത്. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തത് അഡ്ജസ്റ്റഡ് പ്രൈസ് ഡോട്ട് പുഷ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ. സോ ഇതന്നെ വച്ചിടാം നമുക്ക്. പക്ഷേ അതിന് മുമ്പ്
നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റഡ് പ്രൈസും വേണം പ്ലസ് ഇൻഡെക്സും വേണം, രണ്ടും നമുക്ക് സ്റ്റോർ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് കോൺസ്റ്റ് പ്രൈസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒബ്ജക്റ്റാണ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഒബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ബേസിക്കലി ഞാൻ കൊടുക്കുന്നത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന IND ആണ് ഇൻഡെക്സ് വരുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ടാക്സ് അഡ്ജസ്റ്റഡ് പ്രൈസ് പറഞ്ഞ് കൊടുക്കാം നമുക്ക്, ഈക്വൽ ടു, സോ അതിൽ വരുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് മൾട്ടിപ്ലൈ ബൈ, എന്നിട്ട് കാൽക്കുലേഷൻ, ബേസിക്കലി കാൽക്കുലേഷൻ നമുക്ക് കിട്ടിയത് ഇത് കൊടുത്തു. ഓക്കെ, ഇത് പ്രോപ്പർട്ടിയാണ് അഡ്ജസ്റ്റഡ് പ്രൈസ് OBJ എന്ന് പറയാൻ കൊടുക്കാൻ വേണമെങ്കിൽ, വാൽ അഡ്ജസ്റ്റഡ് പ്രൈസ് വാൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഈ പ്രൈസ് ഒബ്ജക്റ്റ് ബേസിക്കലി ഇത് നമുക്ക് ഇവിടെ പുഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ഫോർ ഈച്ച് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഫോർ ഈച്ചിൽ നമ്മൾ അറേ ഡോട്ട് ഫോർ ഈച്ച് മെത്തേഡാണ് ഇവർ പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ 3 പാരാമീറ്റർ അത് എക്സ്പെക്റ്റ് ചെയ്യും ബേസിക്കലി. സോ ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ, സോ അത് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ പ്രൈസാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കറണ്ട് വാല്യൂ എടുക്കുന്നത്, പിന്നെ IND എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻഡെക്സ് എടുക്കുന്നത്, പിന്നെ ഞാൻ പ്രൈസ് അറേ എന്ന് ഉദ്ദേശിക്കുന്നത് ഫുൾ അറേയാണ്, അത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ വേണ്ട. സോ മോസ്റ്റ് ഓഫ് ദി ടൈം നിങ്ങൾ വെച്ചാൽ തേർഡ് ആർഗ്യുമെൻറ്റ് കൊടുക്കേണ്ടാവില്ല മിക്ക സ്ഥലത്തും. സോ ഞാൻ പറഞ്ഞെന്ന് മാത്രം, വേണമെങ്കിൽ അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ സ്റ്റോർ ചെയ്തു, ഇൻഡെക്സ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്, പിന്നെ ടാക്സ് അഡ്ജസ്റ്റ് പ്രൈസ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്താണോ എന്ന് വെച്ചാൽ അത് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത് ബേസ് ചെയ്ത്, ഇത് 2 പ്രോപ്പർട്ടിയാണ് പ്രൈസ് ഒബ്ജക്റ്റ്, നമ്മൾ ഈ 2 പ്രോപ്പർട്ടിയിൽ ആ വാല്യൂസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കറൻ്റ്ലി. ഓക്കെ, സോ നമുക്കങ്ങനെ ഈസി ആയിട്ട് ഒബ്ജക്റ്റ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഒബ്ജക്റ്റിൽ ഇപ്പോൾ ഇൻഡെക്സും അഡ്ജസ്റ്റഡ് പ്രൈസ് വാല്യൂ ഉണ്ടല്ലേ. സോ അത് കിട്ടിയ ഒബ്ജക്റ്റ് നമ്മൾ എന്താ വെച്ചാൽ ഈ നമുക്ക് കാണിക്കേണ്ട ആരിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ വന്നിട്ടുണ്ട്, എറർ ഒന്ന് ഫിക്സ് ചെയ്യാം, റൺ ചെയ്യാം. അഡീഷണൽ ഒരു ബ്രേസർ കൂടിപ്പോയതാണ്. സോ ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ലൈക്ക് ഇൻഡെക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്, അഡ്ജസ്റ്റഡ് കറസ്പോണ്ടിങ് അഡ്ജസ്റ്റഡ് പ്രൈസ് വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ സെയിം വേരിയബിൾ നെയിം ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. ഇവിടെ കോൾ ബാക്കിൽ പ്രൈസ് എന്ന വേരിയബിളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഉണ്ടോ. സോ ഇവിടെ നമ്മൾ കോൾ ബാക്കിൽ ഈ പ്രൈസ് എന്ന വേരിയബിൾ യൂസ് ചെയ്താൽ പ്രോബ്ലം ഒന്നുമില്ല. സോ ഫംഗ്ഷന് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കോപ്പിലേക്ക് ഫംഗ്ഷൻ, ഇപ്പം നമ്മൾ പ്രൈസസിൽ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്താ പറയുക, അത് സ്കോപ്പ് ഫംഗ്ഷനിലായിരിക്കും ബേസിക്കലി. ഇതിൻ്റെ സ്കോപ്പ് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലേ കിട്ടുള്ളൂ. സോ ഈ പേര് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ ഇതിൻ്റെ സ്കോപ്പ് ഇതിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അതിൻ്റെ പുറത്തേക്ക് ആക്സസ് ഉണ്ടാവില്ല. സോ ഞാനിപ്പോൾ പറഞ്ഞു വെക്കുകയെന്ന് വെച്ചാൽ ഫോർ ഓഫ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലൂപ്പാണ്, നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ഫോർ ഇച്ച് എന്ന് പറഞ്ഞാൽ കോൾ ബാക്ക് സ്റ്റൈൽ ലൂപ്പാണെന്ന് പറയാൻ പറ്റും. നമുക്ക് വാല്യൂസ് പ്ലസ് ഇൻഡെക്സ് ഒക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ ബെറ്ററാണ്. റെഗുലർ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ കൺട്രോൾ ഉണ്ടാവും, കുറച്ച് മാനുവൽ ഇൻഡെക്സ് പോലെയൊക്കെ ആയിരിക്കും ബേസിക്കലി നമുക്ക് ഉണ്ടാവുക. സോ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒന്നും തെറ്റല്ല. സോ ഇതൊക്കെ ഓരോ ഓപ്ഷൻസാണ്, ഇത്ര ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ എനിക്ക് ഇൻഡെക്സ് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഫോർ ഈച്ച് കുറച്ചും കൂടി സൂപ്പർ ഹാൻഡിയാന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഞാൻ ഫോർ ഈച്ച് കാണിച്ചത്. എനിക്ക് ഫോർ ഈച്ച് മനസ്സിലായി വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഫോർ ഈച്ച് സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്താൽ ഞാൻ ഫിക്സ് ചെയ്യാൻ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇൻ കേസ് ഈ ക്ലാസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഫോർ ഈച്ച് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ ജാവാസ്ക്രിപ്റ്റിൽ. സോ പുറത്തെ റിസോഴ്സസ് കുറേ അവൈലബിൾ ആണ്, ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക റിസോഴ്സസ് എല്ലാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റെപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.